ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വാക്കുകൾ ഏറുമ്പോൾ കൂടുതൽ വാക്കുകൾ നമ്മൾ സംസാരത്തിലേറുമ്പോൾ തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കിനെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഒക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ അത് ആരെയെങ്കിലും മുറിപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നാവ് അഗ്നിയാണെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാവിൽ നിന്ന് അനുഗ്രഹത്തോടൊപ്പം ഒരിക്കലും ശാപവാക്കുകൾ പുറത്തേക്ക് വരരുത്. നമ്മുടെ നാവിനെ സൂക്ഷ്മതയോടെ കാത്തു പരിപാലിക്കുവാൻ, നാവിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്ക് ഉതകുന്ന കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. ആരെ മുറിപ്പെടുത്താനോ വ്രണതപ്പെടുത്താനോ അല്ല. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കുന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരാതിരിക്കാനായിട്ട്, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനായിട്ട് നമുക്കിടയാകട്ടെ. കൂടുതൽ വാക്കുകൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് തെറ്റുപറ്റാനായിട്ട്, അതിൽ വീഴ്ച വരാനായിട്ട്, അതിനെ ഓർത്ത് പരിതപിക്കേണ്ട അവസ്ഥകൾ വരെയും വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. വാക്കുകളെ വളരെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് സൂക്ഷ്മതയോട് ഉപയോഗിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.